ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് കൃഷ്ണയുടെ വിവാഹമാണ്. ഗോപാലേട്ടാ, മുഹൂർത്തത്തിന് സമയമാവുമ്പോ മനസ്സിന് വല്ലാത്തൊരു പേടി തോന്നാം. കൃഷ്ണക്ക് എന്തെങ്കിലും സംഭവിക്കോ? സുനന്ദേ, നമ്മളിപ്പോ ചെന്നാലും ബഹളം ഉണ്ടാക്കിയാലും കൃഷ്ണയുടെ വിവാഹം തടയാൻ പറ്റില്ല. വിവാഹം മുഹൂർത്തത്തിന് തന്നെ നടക്കും. കൃഷ്ണയുടെ അവസ്ഥ എന്തായിരിക്കും? അവൾ എങ്ങനെയായിരിക്കും കതിർമണ്ഡപത്തിൽ ചെന്ന് നിൽക്കുന്നേ? നീ ഒന്നും ഉണ്ടായിരിക്കും. നമ്മൾ സംസാരിക്കുന്ന എന്തെങ്കിലും തങ്കം കേട്ടാലോ? ആരുടെ വിവാഹത്തിന്റെ കാര്യ ഗോപാലൻ സംസാരിക്കുന്നേ? അത് പിന്നെ തങ്കം കള്ളം പറയാനായിട്ട് ആരും ശ്രമിക്കട്ടെ. എന്റെ കൃഷ്ണമോളുടെ വിവാഹമാണല്ലേ. ഓഫീസില് പ്രൊമോഷൻ കിട്ടിയെന്നും പറഞ്ഞ് അവളെന്റെ കാല് തൊട്ട് കരഞ്ഞിട്ട് പോയത് ഇതിനായിരുന്നല്ലേ. സുനന്ദേ, നിനക്കും വളർന്നുണ്ട് ഒരു പെൺകുട്ടി. ഒരമ്മയുടെ വിഷമം എന്താണെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ പോലും. തങ്കേച്ചി, എനിക്ക് വേറൊന്നും കേൾക്കണ്ട. എന്റെ കൃഷ്ണമോളുടെ വിവാഹമാണോ അല്ലയോ പറയുന്നുണ്ടോ നിങ്ങള്? ഞാൻ അവളുടെ അമ്മയാ. എന്നിൽ നിന്നും അവളുടെ വിവാഹം മറച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് എന്നെ അങ്ങ് കൊന്നു കളയുന്നതാ. തങ്കം, എന്തായാലും ഇന്ന് കൃഷ്ണയുടെ വിവാഹമാണ്. തങ്കം, ഞങ്ങളിത് തങ്കേച്ചിയോട് പറയാതിരിക്കാൻ കാരണമുണ്ട്. ഈ അവസ്ഥയില് തങ്കത്തിനോടത് പറയാൻ പറ്റില്ല. എനിക്കിപ്പോ എന്റെ മോളെ കാണണം. എവിടെയാ അവിടെ ഉള്ളതെന്ന് പറയ്. തങ്കം, ഇത് കേട്ടാല് തങ്കത്തിന് സുഖമില്ലാത്തല്ലേ? ഈ കേട്ട വാർത്തയ്ക്കപ്പുറം എന്തസുഖാ ഗോപാല. ഡോക്ടർമാര് ഹൃദയത്തില് കത്തിവെക്കുമ്പോ മനസ്സിന് കത്തിവെക്കാനുള്ള കാര്യങ്ങള് ശരിയാക്കുമായിരുന്നു നിങ്ങളല്ലേ? അല്ല അല്ല, നിങ്ങൾ ആരും വരണ്ട. ഞാൻ പോയി കണ്ടോളാം എന്റെ മോളെ. നല്ല പറഞ്ഞേ, മാറി നിക്ക്. എന്റെ മനസ്സിന്റെ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എനിക്ക് എന്റെ മോളെ കണ്ടേ പറ്റൂ. തങ്കം, ഞാൻ പറയുന്നേക്ക്. അല്ല, ഞാൻ പറയുന്നേക്ക്. ഗോപാലേട്ടാ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എങ്ങനെയെങ്കിലും തങ്കേച്ചിയെ തടഞ്ഞേ പറ്റൂ. എങ്ങനെ തടയാനാ? മോളുടെ കല്യാണം ഒരു നാടകമാണെന്ന് അമ്മയോട് പറയാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും മാർഗം നോക്കണം. എങ്ങനെയെങ്കിലും തടയണം. നീ വാ, കരഞ്ഞ് കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. വാ. തങ്കം,
തങ്കേച്ചി തങ്കം വാ തങ്കം തങ്കേച്ചി. കേറരുത്. തങ്കേച്ചി നിക്ക്. എന്നെ വിട്. തങ്കം ഞാൻ പറയുന്നൊന്ന് കേക്ക്. തങ്കത്തിന്റെ കാല് പിടിക്കാം. ഇപ്പൊ അങ്ങോട്ട് പോകരുത്. എവിടേക്ക് പോകരുതെന്നാ ഗോപാല നീ പറയുന്നേ? ഏ? ഏ? എന്റെ മോളുടെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്കോ? അവളുടെ കല്യാണം, അത് മാത്രമായിരുന്നു എന്റെ സ്വപ്നം. അത് ഞാൻ കാണരുതെന്നല്ലേ? തങ്കം, ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. വാ. ഒരാളുടെ ഒരു വാക്കും എനിക്കിനി കേൾക്കണ്ട. എവിടെയാണ് കല്യാണം നടക്കുന്നതെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറ, അല്ലെങ്കിൽ അവിടേക്ക് ഞാൻ തനിച്ചു പൊക്കോളാം. തങ്കം, ഞാൻ പറയാം. ചേട്ടാ വണ്ടി എടുക്ക. സുനന്ദേ കേറ്. തങ്കത്തെ തനിച്ചു വിടാൻ പറ്റില്ല. നീ കേറ്. സ്ഥലം എവിടെയെന്ന് വെച്ചാ പറഞ്ഞു കൊടുക്ക്. നേരെ വിട്ടോ, പറയാം. തങ്കേച്ചി, ശരീരത്തിന് വേദന എന്തെങ്കിലും ഉണ്ടോ? മനസ്സ് കുത്തി നോവുന്നുണ്ട്. ഇപ്പൊ അതാ വേദന. മാഡം, എത്ര ഒരിക്കലും ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത് മുഖത്തെ ചിരിയാണ്. ഓഡിറ്റോറിയത്തിൽ മാഡം എപ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കണം. മരിച്ചു കിടക്കുമ്പോഴും ചിരിച്ചു കിടക്കണം അല്ലേ സിനി ചേച്ചി? മോളെ, നിന്നോട് എന്ത് മറുപടിയെ പറയണ്ടേന്ന് എനിക്കറിയില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ടെൻഷൻ ഈ ചേച്ചിക്ക് മനസ്സിലാവും. മനസ്സിലാക്കാൻ മാത്രമേ പറ്റൂ. പ്രതികരിക്കാനുള്ള ബലം എനിക്കില്ല. യെസ്, ഈ സ്മൈൽ ഇതാ വേണ്ടത്.